ഹായ് ഫ്രണ്ട്സ്, ഞാൻ തൊൽഹത്താണ്, റോയൽ കസ്റ്റം മോട്ടോഴ്സ് കാവന്നൂർ. ഇന്ന് കാണിക്കുന്നത് ഒരു G2 വണ്ടിയിൽ CI എഞ്ചിൻ്റെ G2 എന്ന് പറയുന്ന B1 വണ്ടിയാണ്. അപ്പം ആൾക്ക് സംശയം ഉണ്ടാവാറുണ്ട് G2 എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ G2 എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യമാണ് എൻജിൻ നമ്പർ. ഇവിടെ ഇത് B1 വരുന്നത്, ലൈറ്റിൽ കണ്ടാൽ ഇത് B1 ആണ് വരുന്നത്. അപ്പം ഇവിടെ G2 എന്ന ആ ഒരു എൻജിൻ നമ്പർ, സീരിയൽ നമ്പർ ഫസ്റ്റിലാണ് G2 എന്ന ഫസ്റ്റ് ലെറ്റർ കൊണ്ടായിരിക്കും. ആ ലെറ്ററാണ് മാത്രമേ G2 ആവുള്ളൂ, അല്ലെ B1 ആയിരിക്കും. അപ്പോൾ പിന്നെ അതേമാതിരി തന്നെ ഈ ബ്രീത്തർ ഹോസ് 3 സ്ക്രൂ വരുന്ന ടൈപ്പാണ് ഉണ്ടാവുക. അതേമാതിരി ഈ ഡെൽക്കോൻ്റെ താഴെ ഉള്ളത് CB പോയിൻ്റ് തൊട്ട് താഴെ കോൺ ഷേപ്പിലാണ് വരിക. പിന്നെ ഓയിൽ ഡ്രെയിൻ സൈഡിലായിട്ട് വരും. ഓയിൽ ഡ്രെയിൻ താഴെ ഉണ്ടാവും, സൈഡിലായിട്ട് വരും. പിന്നെ അതേമാതിരി തന്നെ ഓയിൽ പൈപ്പിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു ബോൾട്ട് വരും. സർക്കുലേഷൻ റിട്ടേൺ ബോൾട്ടാണ് ഈ ഒരു ബോൾട്ട് വരും. ഇതാണ് G2 എന്ന വണ്ടി എൻജിൻ തിരിച്ചറിയാനുള്ള മാർഗ്ഗം കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കട്ടെ G2 ആണോ എന്നുള്ള എൻജിൻ നമ്പറാണ്. ആ വണ്ടിക്ക് മാത്രമേ G2 ഉണ്ടാവുള്ളൂ. വരെ ഇനി ബാക്കി നമുക്കൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ ഓടിച്ചിട്ട് പറഞ്ഞുതരാം ഇത് എന്താണ് എൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. സ്റ്റാർട്ടിംഗ് ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല, കാരണം ഇത് നമ്മൾ വേറെ സ്ഥലത്തു നിന്ന് വർക്ക് എടുത്തിട്ട് ശരിയാവാത്തത് കൊണ്ട് നമ്മളടുത്ത് കൊണ്ടുവന്ന വണ്ടിയാണ്. റെഡി ആക്കണം. ചെറുങ്ങനെ ടൈമിങ് ഔട്ടാണെന്ന് തോന്നുന്നു. പിന്നെ സ്മിത്തിൻ്റെ മീറ്ററാണ്. ഇപ്പം ഫ്രണ്ട് ഡ്രൈവാണ് വരുന്നത്. സാധാരണ ഇതിൽ സൈക്കിൾ ഹബ്ബാണ് വരുന്നതെങ്കിലും കൂടെ ഇതിൽ വെച്ചേക്കുന്ന ഫ്രണ്ട് ഡ്രൈവ് ഉള്ള സൈക്കിൾ ഹബ്ബാണ്. അതുകൊണ്ട് സാധാ സ്പീഡോമീറ്റർ നമ്മൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒറിജിനൽ സൈക്കിൾ ഹബ്ബിന് ബാക്കിലെ ആണ് ഡ്രൈവ് വരിക. സ്പീഡോമീറ്റർ കേബിൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് മാറ്റുമ്പോൾ ഇതിനായിട്ട് ചെയിൻ സ്പോക്കറ്റ് തന്നെ വേണം. വീൽ അയക്കാനൊക്കെ കുറച്ചൊരു പാടുള്ളതാണ് ഒറിജിനൽ സൈക്കിൾ ഹബ്ബ്. ഇപ്പോൾ പ്രാക്ടിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ അതിന് ശേഷം വന്നിട്ടുള്ള പുതിയ മോഡൽ സൈക്കിൾ ഹബ്ബ് ഫിറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഫിറ്റ് ചെയ്യുന്നുവെങ്കിൽ അതാണ് നോർമലായിട്ട് നമ്മൾ വീൽ റബ്ബറും നോർമലായിട്ട് ചെയിൻ സ്പോക്കറ്റും അതേമാതിരി വീൽ ഡ്രൈവും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റായിട്ട് എനിക്ക് പറയാനുള്ളത്, റോയൽ എൻഫീൽഡ് എന്ന ഒരു UC വണ്ടീൻ്റെ വൈബ്രേഷൻ എന്ന് പറയുന്ന ആളുകൾ G2 എന്ന വാഹനം, അതായത് G2 കാറ്റഗറിയിൽ വരുന്ന G2 B1 കാറ്റഗറി വരുന്ന വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക. അപ്പോൾ അതിന് ശേഷം വന്ന ഒരുപാട് വണ്ടികളും ആ ഒരു ഉണ്ട്. അത് ഇതിനേക്കാളും ഇതിൻ്റെ കിടപിടിക്കുന്ന സുഖമുള്ള വണ്ടികളൊക്കെ അതിന് ശേഷം വന്ന വണ്ടികളിലും നമ്മൾ വിദഗ്ധരായ മെക്കാനിക്കിൻ്റെ കരുത്ത് തന്നെ എന്താ ഒരു കഴിവ് കൊണ്ടുണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതായത് കറക്റ്റായിട്ട് ക്രാങ്ക് വെയിറ്റ് കൂട്ടി ബാലൻസ് കറക്റ്റ് സെറ്റ് ചെയ്ത് ആ രീതിയിൽ ഇതിനേക്കാളും ഓടിക്കാനുള്ള സുഖമൊക്കെ ഉണ്ട്. പിന്നെ അതേമാതിരി G2 എന്ന വണ്ടി കാറ്റഗറിയിൽ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, വല്ല അന്യായമായ വില കൊടുത്തിട്ട് G2 തന്നെ വാങ്ങണം എന്നുള്ള ആൾക്കാർ നല്ല ശ്രദ്ധിക്കണം. കാരണം ഒരു വിധം വണ്ടികളൊക്കെ ശരിയായ രീതിയിൽ നല്ല ആശാന്മാരുടെ നിന്നൊക്കെ വർക്ക് സ്ഥിരമായിട്ട് എടുക്കുന്ന വണ്ടികളാണ് ഓക്കെ. അവിടെ ഇവിടെയൊക്കെ കാണിച്ചിട്ട് നാശാക്കിയ വണ്ടികളുണ്ട്. ഓയിൽ ലീക്കും കാര്യമൊക്കെ നിർത്താൻ പറ്റാതെ കേസിനൊക്കെ വളരെ തേയ്മാനം വന്നിട്ടുള്ള വണ്ടികൾ വീണ്ടും വീണ്ടും വായിച്ചിട്ട് നട്ട് ബോൾട്ട് അതേമാതിരി ത്രെഡ് കാര്യങ്ങളൊക്കെ പോയ വണ്ടികളുണ്ട്. അപ്പോൾ ചില വണ്ടികളെടുത്ത് നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. അപ്പം നല്ല രീതിയിൽ വർക്കെടുത്ത വണ്ടികൾ മാത്രം നിങ്ങൾ പിന്നെ നോക്കിയെടുക്കുക വലിയ വില കൊടുത്ത് വാങ്ങിക്കുമ്പോൾ. അപ്പം സീറോ വൈബ്രേഷൻ എന്നുള്ളത് ഇതിൻ്റെ ലോ എൻഡിൽ വണ്ടി ഓടിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. വണ്ടി ഓടുക, ഇത് വണ്ടി ഓടുകയാണ് ചെയ്യുന്നത്. ഓടുള്ളത് ഒഴുകുകയാണ് റോഡ് കിടന്ന്. ബാക്കിയുള്ള ഏത് വണ്ടി ബുള്ളറ്റ് ഓടിക്കാൻ ലൈറ്റായിട്ട് വൈബ്രേഷൻ നമുക്ക് ഹാൻഡിൽ ബാറിലേക്ക് ഫീൽ ചെയ്യുമെങ്കിലും കൂടി ഇത് ലോ സ്പീഡിൽ പോകുന്ന സമയത്ത് ആ ഒരു എക്സോസ്റ്റിൻ്റെ ആ ഒരു തമ്പല്ലാതെ നമ്മളൊന്നും അറിയില്ല. വണ്ടി ഇതിൻ്റെ വീലിൻ്റെ ഡ്രോയിങ്ങും റിമ്മിൻ്റെ ഡ്രോയിങ്ങൊക്കെ വളരെ കറക്റ്റാണെന്നുണ്ടെങ്കിൽ വണ്ടി റോഡ് കിടന്ന് ഒഴുകും കേട്ടോ. കാരണം ഈ ഒരു വണ്ടി ഒരിക്കലും നമ്മളൊരു ഹൈ സ്പീഡിൽ ഓടിക്കാൻ ഒരിക്കലും നമ്മൾ ത്രോട്ടിൽ കൊടുക്കാൻ നമുക്ക് തോന്നൂല. അതാണ് ഏറ്റവും ഒരു പ്രത്യേകത. അപ്പോൾ ഹൈ സ്പീഡിൽ വണ്ടി ഉപയോഗിക്കുന്ന ആളുകളൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്തിനാ G2 എടുത്ത് വെറുതെ പൈസ കളയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആളുകൾ സാധാ ബുള്ളറ്റിലേക്ക് പോവുക, ക്രാങ്ക് വെയിറ്റ് കുറഞ്ഞിട്ടുള്ള ബുള്ളറ്റിലേക്ക് പോവുക. ഇത് നമ്മൾ ഹൈ റേഞ്ച് മേഖലയിൽ കുറച്ച് G2 വണ്ടികളൊക്കെ സ്ഥിരമായിട്ട് ഹൈ റേഞ്ച് മേഖല ഒന്നും നല്ലതല്ല കേട്ടോ. കാരണം കുറച്ച് വലിയ കുറവായിരിക്കും. മറ്റേതിൻ്റെ അത്ര ഒന്നൊരു പിക്കപ്പ് ഉണ്ടാവില്ല. പെട്ടെന്ന് എടുത്ത് സഡൻ ആക്സിലേറ്റർ ത്രോട്ടിലിങ് ഓവർ
ഓവർടേക്കിങ്ങിനെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും G2 വണ്ടികളൊക്കെ. G2 വണ്ടികൾ എന്നുള്ള ക്രാങ്ക് വെയിറ്റിലുള്ള എല്ലാ വണ്ടികളും. പിന്നെ സ്ലോ സ്പീഡിൽ യാത്ര ആസ്വദിച്ച് പോകുന്ന ആളുകൾക്ക് ആ ഒരു G2ൻ്റെ ഹാൻഡിൽ ബാർ, ഇപ്പോൾ ഇതിൽ ഉള്ളത് ഒറിജിനൽ G2ൻ്റെ ഹാൻഡിൽ ബാർ തന്നെയാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ G2ൻ്റെ റീൽസൊക്കെ കാണാൻ G2ൻ്റെ ഹാൻഡിൽ ബാർ ഒറിജിനൽ കിട്ടാണ്ട്. G2ൻ്റെ ഹാൻഡിൽ ബാർ ഒറിജിനൽ എൻ്റെ അറിവിൽ കിട്ടാനില്ല. കിട്ടാണ്ടെങ്കിൽ ആരോ ഒന്ന് പറയണം. കാരണം G2 ഹാൻഡിൽ ബാർ ഇപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് അതേമാതിരി കിട്ടുന്നുണ്ടല്ലോ, അത് ഒറിജിനൽ ഹാൻഡിൽ ബാർ കിട്ടുന്നില്ല. G2 പോലെയുള്ള ഹാൻഡിൽ ബാർ കിട്ടുന്നുണ്ട്, G2 ഹാൻഡിൽ ബാർ കിട്ടുന്നില്ല. G2 പോലെ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കുറച്ചുകൂടെ ഒക്കെ സൈസുള്ള ഹാൻഡിൽ കേട്ടോ, അതായത് കുറച്ചും കൂടെ ഒക്കെ ഒന്ന് ലെങ്ത്തുള്ള ഹാൻഡിൽ ബാർ കിട്ടാണ്ട്. കാരണം ഈ ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കമാൻഡിങ് റൈഡിങ് പൊസിഷനാണ് വരുന്നത്. അതായത് നമുക്ക് പെട്ടെന്നൊക്കെ കട്ട് ചെയ്തൊക്കെ എടുത്ത് പോകാൻ പറ്റിയ രീതിയിലാണ്. ലോങ് റൈഡിന് പറ്റില്ല, കാരണം കൈക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് G2 വണ്ടി. ഇപ്പോൾ G2 വണ്ടി ഒന്നും എടുത്തിട്ട് ഇപ്പോൾ ആരും ലോങ് റൈഡിന് പോകില്ലല്ലോ. അത് നമ്മളൊരു ഷോർട്ട് റൈഡായിട്ട് ആസ്വദിച്ച് യാത്ര ചെയ്യാന്നുള്ളതല്ല G2ൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തൊക്കെയാണെന്നെങ്കിൽ റോയൽ എൻഫീൽഡ് പാട്ട വണ്ടിയാണ്, റോയൽ എൻഫീൽഡ് വൈബ്രേഷനുള്ള വണ്ടിയാണ്, റോയൽ എൻഫീൽഡ് ഇട്ട് കുടയുന്ന വണ്ടിയാണെന്നുള്ള ആളുകൾ റോയൽ എൻഫീൽഡ് ഇങ്ങനത്തെ വണ്ടികൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. ആദ്യമായിട്ട് ഇങ്ങനെയുള്ള വണ്ടികൾ ഇറക്കിയിട്ട് അതിന് ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ കസ്റ്റമൈസ് ആയിരുന്നു റോയൽ എൻഫീൽഡ് ഒന്നുണ്ടായിരുന്നത്. ആ സ്പെഷ്യൽ കസ്റ്റമൈസ് ഒന്നും ഒരു കമ്പനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അവർക്ക് കമ്പനിക്ക് പിടിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ സെയിൽ വരണം എന്നുണ്ടെങ്കിൽ നിലവിൽ എല്ലാവർക്കും ഓടിക്കാൻ പറ്റിയ വണ്ടി ഇറക്കണം. ആ ഒരു വണ്ടിയാണ് നമ്മളെ UCയിൽ ഇറങ്ങിയിരിക്കുന്ന ക്ലാസിക് സ്റ്റാൻഡേർഡ് എന്ന എൻജിൻ വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ ഗിയർ പൊസിഷൻ വെച്ചിട്ട് ഇറക്കിയിട്ടുള്ള വണ്ടി. അങ്ങനെയാണ് റോയൽ എൻഫീൽഡ് ക്ലിക്കായതും ഇപ്പോൾ 89% മാർക്കറ്റ് ഷെയറുള്ള, മിഡിൽ വെയ്റ്റിൽ മാർക്കറ്റ് ഷെയറുള്ളൊരു വാഹനമായി മാറിയതും. അപ്പോൾ ഏതായാലും കുറ്റം പറയുന്ന ആളുകൾ, ബുള്ളറ്റിനെ കുറ്റം പറയുന്ന ആളുകൾ, ബുള്ളറ്റ് പട്ടവണ്ടിയാണെന്ന് പറയുന്ന ആളുകൾ എവിടെയെങ്കിലും G2 വണ്ടിയൊക്കെ B1 വണ്ടികളൊക്കെ ഉള്ള നല്ല ക്രാങ്ക് വെയിറ്റിൽ നല്ല രീതിയിൽ പണിത വണ്ടിയൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക. ഈ ഒരു അവകാശം ഉന്നയിക്കാൻ പറ്റിയ വേറെ ഏത് ബ്രാൻഡാണ് ഇന്ത്യയിലുള്ളത് ഒന്നും കൂടെ പറയാം കേട്ടോ. ഈ ഒരു റൈഡിങ് സുഖം കിട്ടുന്ന, നമ്മളെ ആസ്വദിപ്പിച്ച് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം, ഈ എക്സോസ് നോട്ടും ഈ വണ്ടിൻ്റെ ഒഴുക്കും ഈ ഒരു കംഫേർട്ടും ഈ റൈഡ് ക്വാളിറ്റിയും കിട്ടുന്ന വേറൊരു വാഹനം, പഴയ വാഹനം, ഇതുമാതിരി ധൈര്യത്തിൽ ഓടിക്കാൻ പറ്റിയൊരു വണ്ടി ഏതാണ് ഉള്ളതെന്നുള്ളൂ. അതുമാതിരി തന്നെ സ്പെയർ പാർട്സ് ഇന്നും കിട്ടുന്ന ഒരു വാഹനം. അത്യാവശ്യം സ്പെയർ പാർട്സൊക്കെ സൂട്ടാക്കാം. ഏത് CNG എല്ലാ വണ്ടികളും ഒരു പാർട്സൊക്കെ സെയിം ആണുള്ളതിന്. അപ്പം ആ ഒരു സ്പെയർ പാർട്സ് കിട്ടുന്ന ഒരു ബ്രാൻഡും ഏതെങ്കിലും ബ്രാൻഡ് ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ അറിവിലില്ല എന്ന് തന്നെയാണ്. കാരണം അത് റോയൽ എൻഫീൽഡിന് മാത്രം അവകാശപ്പെട്ടതാണ്. ബുള്ളറ്റ് എന്നൊരു വാഹനം എല്ലാവരുടെ മനസ്സിലും ഒരു ആവേശമായിട്ട് നിലനിൽക്കാനുള്ള കാരണം ഇതുതന്നെയാണ്. ഈ വണ്ടി ഒരിക്കൽ ഓടിച്ച ആളുകൾ, പഴയ വണ്ടി ഒരിക്കൽ ഓടിച്ച ആളുകൾ ഇതിൽ നിന്ന് പിടുത്തം വിടില്ല. എന്താണ് ഇതിൻ്റെ ആ ഒരു സുഖം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആകെയുള്ള വിഷയം ഞാൻ പറഞ്ഞു, ഇത് ലോ ആൻഡ് ടോർക്ക് കുറച്ച് കുറഞ്ഞ വണ്ടിയാണ്. കുറഞ്ഞെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ നല്ല രീതിയിൽ കൊണ്ടുവരുന്ന വണ്ടിയായിരുന്നു. അപ്പോൾ എന്തോ ഒരു ചെറിയ പിക്കപ്പ് കുറവ് എന്ന് പറഞ്ഞിട്ട് വർക്ക്ഷോപ്പ് കയറ്റിയപ്പോൾ ക്ലച്ച് കാര്യങ്ങൾ മൊത്തം അങ്ങ് മാറ്റി, കാർബറേറ്റർ മൊത്തം അങ്ങ് മാറ്റി വണ്ടിക്ക് വലിയ കുറച്ച് തിരിച്ച് കിട്ടിയെന്ന് പറഞ്ഞു. പക്ഷേ വണ്ടീൻ്റെ ലോ ആൻഡ് ടോർക്ക് പൂർണ്ണമായിട്ടില്ലാതായി. വണ്ടി ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഒരു G2 വണ്ടി ഓടുന്ന എങ്ങനെയെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആ രീതിയിലാക്കി കൊടുത്തു. അപ്പോൾ അത് അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഏതായാലും തിരിച്ച് മറ്റേ രീതിയിലേക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കി കൊടുക്കണം. അപ്പം G2 വാഹനം എടുക്കുന്ന ആൾ, ഉപയോഗിക്കുന്ന ആളുകൾ നല്ല ആശാന്മാർ തപ്പി നടക്കുക കേട്ടോ. പഴയ വണ്ടി പണിത ആൾക്കാരെടുത്ത് മാത്രം കൊടുത്തിട്ട് അത് എന്തായിരുന്നു എന്നും എങ്ങനെ ആവണം എന്നുള്ളതും അവർക്ക് മാത്രമേ അറിയുള്ളൂ. ആ ന്യൂജൻ ആളുകൾക്കൊന്നും അറിയില്ല. ഇതെന്താണ് G2, എന്താണ് G2ൻ്റെ യാത്രാസുഖം എന്താണ്. അവർക്ക് കയറി വണ്ടീൻ്റെ മുളം ഓടിച്ചാലങ്ങ് അറിയും ഇത് ഇത്ര പോരായി കണ്ടല്ലോ, ഇതിങ്ങനെയാണല്ലോ, ഇതിങ്ങനെയല്ലല്ലോ ആവേണ്ടത് എന്നുള്ളത് കസ്റ്റമർക്ക് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയും. നേരെ മറ്റേ ന്യൂജൻ മെക്കാനിക്സിൻ്റെ അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ബുള്ളറ്റാണ്, സ്റ്റാർട്ടാവുന്നുണ്ട്, ഓടുന്നുണ്ട്, ത്രോട്ടിലെടുത്താൽ പായുന്നുണ്ട്, അതേ നോക്കുള്ളൂ. ഇത് ഓടിക്കുമ്പോഴുള്ള ഫീല് ശരിക്കും അനുഭവിച്ചറിഞ്ഞവരായിരിക്കും പഴയ ആശാന്മാരൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആശാന്മാരുടെ അടുത്തേക്ക് മാത്രം അത് അടുപ്പിക്കുക കേട്ടോ, അല്ലെങ്കിൽ നശിപ്പിച്ച് കൈ തരും. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഈ വണ്ടി. റോയൽ എൻഫീൽഡ് വർക്ക് എടുക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കയറ്റിയ ബോർഡ് വെച്ചിട്ട് ഇപ്പോൾ എല്ലാവരും വർക്ക് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. പറയുന്ന വർക്കല്ല, അറിയാത്ത പണ്ട് വർക്കും കസ്റ്റമറെ വണ്ടി ഒരു പഠനോപകരണമാക്കിയിട്ട് ചെയ്യുന്ന ആളുകളും കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക.
ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇറക്കത്തിലാണ് വണ്ടി. ഇപ്പോൾ സാധാരണ എല്ലാ വണ്ടീനെ ടോർക്ക് നോക്കുന്ന ഇറക്കത്തിലാണല്ലോ. വണ്ടി ഏറ്റവും ചവിട്ടിയിട്ടുണ്ട്. ചവിട്ടി സ്ലോ ഡൗൺ ചെയ്തു. വണ്ടി കുത്തി കളിക്കുകയാണ്, വണ്ടി ഇടിച്ച് കളിക്കുകയാണ്, സ്റ്റേബിൾ ആവുന്നില്ല. കണ്ടോ, വണ്ടി ഇങ്ങനെ ഇടിച്ച് തള്ളി കളിക്കുക ചെയ്യുന്നത്. കാരണം ടോർക്കിന് കിട്ടുന്നില്ല വണ്ടിക്ക്. കുറച്ച് ത്രോട്ടിൽ കൊടുത്താൽ ഓക്കെ. അപ്പോൾ ഈ ത്രോട്ടിൽ കൊടുത്തിട്ട് ഈ ഓടുന്നതാണ് ശരി മെക്കാനിക്സ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ G2 എന്ന നമ്മളൊരു വണ്ടി നമ്മളടുത്ത് കയറുമ്പോൾ ഈ ഒരു വാഹനം എങ്ങനെ ഉള്ളതാണ്, എങ്ങനെ ആയിരിക്കണം വർക്ക് കഴിഞ്ഞാൽ എന്ന് അറിയുന്ന ആളുകളടുത്തേക്ക് വർക്ക് കൊണ്ട് എടുപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് സ്പീഡ് കൂടുന്ന സമയത്ത് ഹൈ സ്പീഡിൽ ഓടിക്കാൻ പറ്റിയ വണ്ടിയൊന്നുമല്ല G2. ഞാൻ ആദ്യം പറഞ്ഞുതരാം. അത്യാവശ്യം ഒരു 50-60 സ്പീഡിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ പോവുക. ലോൻ്റെ ടോർക്ക് മാക്സിമം ആസ്വദിക്കുക. 30, 35, 40 സ്പീഡിലൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റിയ ടോപ്പ് സ്പീഡിൽ വണ്ടി. അതിങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ പറ്റിയ വണ്ടിയാണ്. മാത്രമല്ല എൻ്റെ റൈഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഒരു ഫീലാണ് ഈ വണ്ടി ഓടിക്കുമ്പം. ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഉപമ പറയാനൊന്നും എനിക്ക് കിട്ടുന്നില്ല. കാരണം ബുള്ളറ്റ് ഇതായിരുന്നു. ഈ ബുള്ളറ്റാണ് ഇപ്പോഴത്തെ ഈ ബുള്ളറ്റ് മോഡേൺ ടെക്നോളജി ആയി വന്ന് ആളുകളെ ടേസ്റ്റ് അനുസരിച്ച് ഓരോന്ന് കൊടുത്ത് ബുള്ളറ്റൊക്കെ പോയിട്ട് ബുള്ളറ്റ് സാധാ ഒരു ജപ്പാനീസ് ബൈക്കിൻ്റെ മാതിരി അയച്ചു നോക്കി പറഞ്ഞാൽ. ബുള്ളറ്റിൻ്റെ കോലവും ബുള്ളറ്റിൻ്റെ ആ ഒരു അവിടെ ഇവിടെയൊക്കെ ബുള്ളറ്റിൻ്റെ ഒരു ലുക്കും, ബുള്ളറ്റിൻ്റെ യാതൊരു സ്വഭാവം എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ആ ഒരു പഴയ വണ്ടിൻ്റെ അടുപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാഹനങ്ങളാണ് ഇപ്പോൾ റോയൽ എൻഫീൽഡ് ഇപ്പോൾ ഇറക്കുന്നത്. ഇപ്പം ജനങ്ങൾക്ക് ന്യൂജൻസിനും ഇങ്ങനെ അതാണ് വേണ്ടത്. അതുകൊണ്ടാണ് ബുള്ളറ്റ് അറിയുന്ന ആളുകൾ, ബുള്ളറ്റ് ഓടിച്ച് പരിചയമുള്ള ആളുകളും ഒരിക്കലും പുതിയ വണ്ടിയിലേക്ക് പോകാതെ പഴയ വണ്ടി തപ്പി പിടിച്ച് ക്യാഷ് മുടക്കി വറക്കടുപ്പിച്ച് കൊണ്ട് നടക്കാനുള്ള കാരണം അതാണ്. അവർക്ക് ഇതാണ് ബുള്ളറ്റ്. പുതിയ വണ്ടിയൊന്നും ഓടി ചാടി കയറിയത് എത്ര വില ഉണ്ടായാലും എത്ര വില കുറഞ്ഞാൽ ആ വാഹനം അവർക്കൊരു ബൈക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഇതിൻ്റെ ആ ഒരു സുഖം അനുഭവിച്ചിട്ടാണ് ബുള്ളറ്റ് എന്ന ബ്രാൻഡ് അവരെ തലയിൽ കയറി കിടക്കുന്നത്. അതിൻ്റെ പിന്നെ ബുള്ളറ്റ് എന്ന ബ്രാൻഡ് ഈ വണ്ടി തന്നെ കിട്ടണവർക്ക്. അതാണ് വാസ്തവം. അത് ഈ ഓടിച്ചവർക്കറിയാം. ഏതായാലും ഓടിക്കാത്തവർക്ക് ഈ ഒരു വണ്ടി ഒന്ന് നോക്കുക. അന്യായമായ വില കൊടുത്ത് വണ്ടി എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. B1 ആണോ G2 ആണോ നോക്കുക. B1 ആയാലും G2 ആണെങ്കിൽ സെയിം തന്നെയാണ് വണ്ടി. മറ്റേ ഇന്ത്യൻ മാനുഫാക്ചറിങ് ആണ്, മറ്റ് ഇംഗ്ലണ്ടിൻ്റെ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വാഹനവുമായി ഇടം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.